ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നെന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ബാങ്കിങ് സെക്ടറാണ്. കാരണം ബാങ്കിങ് സെക്ടർ ആകുമ്പോൾ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ്സ് അവര് കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 ബാങ്ക് എക്സാംസ് ഞാൻ പോയി എഴുതി. പക്ഷെ അതിലെനിക്ക് അധികമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ബിക്കോസ് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യണം, ഒരു കോച്ചിങ് സെന്ററിൽ പോയി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. ഹായ്, എന്റെ പേര് സാറ എബി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഞാനൊരു MSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നെന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ബാങ്കിങ് സെക്ടറാണ്. കാരണം ബാങ്കിങ് സെക്ടർ ആകുമ്പോൾ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ്സ് അവര് കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബാങ്കിങ് സെക്ടർ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. ഞാൻ MSc ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 ബാങ്ക് എക്സാംസ് ഞാൻ പോയി എഴുതി. പക്ഷെ അതിലെനിക്ക് അധികമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ബിക്കോസ് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യണം, ഒരു കോച്ചിങ് സെന്ററിൽ പോയി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. അങ്ങനെ ഞാൻ എനിക്ക് അറിയാവുന്ന ബാങ്ക് എംപ്ലോയീസിന്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു. അപ്പൊ അവരെല്ലാവരും ICDയിലെ സ്റ്റുഡൻസ് ആണ് എന്നെന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ ICDനെ കുറിച്ച് അന്വേഷിച്ചു. ICDനെ കുറിച്ച് യൂട്യൂബിൽ വീഡിയോസും അതുപോലെ ഗൂഗിളിൽ റിവ്യൂസും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ICD എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ 2023 മെയിലാണ് ഞാൻ ICDയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. റീസെന്റ് നടന്ന RRB PO എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിന്റെ പിന്നില്, ഈ സക്സസിന്റെ പിന്നില് മെയിൻ റീസൺ ICD തന്നെയാണ്. 2023 മെയിൽ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് 3 months എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരുന്ന പ്രിലിംസിന്റെ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. ഇവിടെ 3 മാസത്തേക്ക് നല്ല ബേസിക് മുതലുള്ള ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പ്രിലിംസിന് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 സബ്ജക്ട്സ് ആണ് വരുന്നത്: മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും. അതിൽ മാത്സും റീസണിംഗ് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആയിരുന്നു. പക്ഷെ എനിക്ക് എക്സാംസ് ഒന്നും എഴുതുമ്പോൾ അധികം ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു ഫസ്റ്റ് വന്ന സമയത്ത്. പിന്നീട് സാർമാരുടെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ പഠിക്കാനായിട്ട് സാധിച്ചു. അന്നേരം നമുക്ക് എക്സാം എഴുതുമ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് അപ്പൊ സാധിക്കുമായിരുന്നു. പിന്നീട് കുറച്ച് നാള് ഞാൻ ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടുത്തെ ICDയിലെ ലൈബ്രറിയിൽ നമുക്ക് രാവിലെ 5 മണി മുതൽ വൈകിട്ട് 11 മണി വരെ അവൈലബിൾ ആണ് ലൈബ്രറി. നമുക്ക് അവിടെ 4 ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ അതിനകത്ത് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും 5 സെറ്റ് വീതം ഓരോ ദിവസം എടുത്തു വെച്ചിരുന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് പ്രിലിംസിന്റെ എക്സാം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സ്പീഡ് കൂട്ടാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉള്ളത് ടീച്ചേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി ചെന്നാലും അവരെനിക്ക് എളുപ്പത്തിലുള്ള മെത്തേഡ്സിൽ ചെയ്തു തരുമായിരുന്നു. അതിനൊത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതൊരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിൽ ഞാൻ പൊതുവെ വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇംഗ്ലീഷ് മെയിനായിട്ട് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തത്. കാരണം JK സാർ വന്ന ദിവസം തന്നെ പറഞ്ഞു നമ്മൾ നന്നായി ന്യൂസ് പേപ്പർ വായിക്കണം. ഹിന്ദു ന്യൂസ് പേപ്പറാണ് സാർ സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇവിടെ വന്ന ദിവസം മുതലാണ് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ വിത്തിൻ ഒരു 4 months or 5 monthsനുള്ള എനിക്ക് അതിന്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റീസ് ആയാലും നമുക്ക് വേർഡ്സിന്റെ മീനിങ്സും അതുപോലെ തന്നെ ഗ്രാമറിന്റെ റൂൾസ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഇംഗ്ലീഷും കുറച്ചും കൂടെ ഈസി ആയിട്ട് പ്രിലിംസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് JK സാർ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് യൂസേജ് എന്ന് പറയുന്ന 60 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിന്റെ റിവിഷനും സാർ എടുത്തു. അതും എന്നെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് ഞാനൊരു 3 monthsനുള്ളിൽ ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റി. ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് RRB ക്ലർക്കാണ്. അത് ഞാൻ മെയ് മാസത്തിൽ വന്നിട്ട് ഓഗസ്റ്റിലാണ് ഞാൻ RRB ക്ലർക്കിന്റെ എക്സാം എഴുതുന്നത്. ആ എക്സാം പ്രിലിംസ് എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി. തുടർന്ന് വന്ന എല്ലാ പ്രിലിംസ് എക്സാംസും എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെ 2023 നടന്ന ഒരു മെയിൻസ് എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്റെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഒട്ടും ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ മെയിൻസിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. അത് കഴിഞ്ഞ് ഹാർഡ്ലി ഒരു 2 weeks അല്ലെങ്കിൽ 10 days ആണ് നമുക്ക് മെയിൻസ് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒട്ടും നടത്താനായിട്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 6 മാസത്തെ GA പഠിക്കണം. അതുപോലെ തന്നെ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും കുറച്ചും കൂടെ കേറിയ ലെവലിലുള്ള അല്ലെങ്കിൽ ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻസിന് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ മെയിൻസിന്റെ എന്റെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വർഷം എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ
ഈ വർഷത്തെ ആദ്യത്തെ എക്സാം ആയിരുന്നു RRB PO. അതിന്റെ പ്രിലിംസും മെയിൻസും എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ വന്നത് ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂവില് മെയിൻ ആയിട്ട് JK സാറിന്റെ ക്ലാസ്സസ് തന്നെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. സാർ ഇവിടെ ഒരാഴ്ചയോളം ക്ലാസ്സസ് നമുക്ക് നൽകി. ആ ക്ലാസ്സസിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് കാൻഡിഡേറ്റ് പോകേണ്ടത്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് സാറ് മനസ്സിലാക്കി തന്നു. പിന്നെ സാറിന്റെ ബാങ്കിങ് അവയർനെസിന്റെ നോട്ട്സ് ആയാലും അതേപോലെ തന്നെ സാർ ഞങ്ങളെ കൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് ക്ലാസ്സിൽ വെച്ച് വായിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതെല്ലാം ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഈ ഒരു ജേർണിയിൽ എന്റെ ഈ സക്സസിന് പിന്നിലെ മെയിൻ റീസൺസ് ICD. അതില് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ക്യാമ്പസും ഇതിന്റെ അറ്റ്മോസ്ഫിയറും എന്നെ മെന്റലി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി ഭയങ്കര ശക്തരായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇവിടെ ഒരു പീസ്ഫുൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് തരുന്നത്. സ്റ്റഡി ഹാൾസും ലാബും ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ, നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇവിടെ തന്നെ നിന്ന് നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ഫോക്കസ് പഠിത്തത്തിൽ മാത്രമായിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ദാറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, ഇവരുടെ മെന്റൽ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ മീ ഡ്യൂറിങ് ദിസ് ഹോൾ ജേർണി. ആൻഡ് ഐ താങ്ക് all of them for this success, for leading me to this success. Thank you.